ഓം ശാന്തി. സെക്കൻഡിൽ ഈ ശബ്ദലോകത്തിൽ നിന്നും അകന്നകന്ന് ശാന്തിധാമത്തിൽ ശാന്തി സാഗരനായ ശിവബാബയുടെ അഴികെ ശബ്ദത്തിനുമുപരി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിൽ സുപ്രീം ശാന്തിയാണ്. അസീമമായ ശാന്തിയുടെ അനുഭവമുണ്ടാകുന്നു. ഞാൻ സത്യശാന്തി പ്രാപ്തി ചെയ്യുന്നു. ഞാൻ ബാപ്പ് സമാനം സമ്പന്ന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ അർത്ഥസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സുദർശന ചക്രധാരിയായി ഞാൻ മുഴുവൻ സൃഷ്ടി ചക്രത്തിനുള്ളിൽ എൻ്റെ പാർട്ട് കാണുന്നു. ആദ്യകാലത്തിൽ ഞാൻ മഹാത്മാവായിരുന്നു, ദേവാത്മാവായിരുന്നു. സത്യയുഗത്തിലെ 8 ജന്മങ്ങൾക്ക് ശേഷം ഞാൻ ത്രേതായുഗത്തിലെത്തി. ഒരു ക്ഷത്രിയനായി ത്രേതായുഗത്തിൽ 12 ജന്മങ്ങളെടുത്തു. പിന്നീട് ദ്വാപരയുഗത്തിൽ 5 വികാരങ്ങളുടെ ഗ്രഹണം പിടിച്ചപ്പോൾ ഞാൻ പതിതമായി. പൂജ്യനിൽ നിന്നും പൂജാരിയായി, വൈശ്യവംശിയായി. ദ്വാപരത്തിലെ 21 ജന്മങ്ങളെടുത്ത ശേഷം പിന്നീട് കലിയുഗത്തിൽ താഴേക്ക് വന്നു. ഞാൻ മഹാൻ പാപാത്മാവായി. കലിയുഗത്തിലെ 42 ജന്മങ്ങൾക്ക് ശേഷം കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഗമയുഗത്തിൽ മഹാൻ പരമാത്മാ ആരാണോ സദാ പവിത്രമായത് അവരെന്നെ വീണ്ടും പവിത്രമാക്കുകയാണ്. ശിവബാബ എന്നെ വീണ്ടും ബ്രാഹ്മൺ സ്വദേവതയാക്കുകയാണ്. അരകൽപ്പം ഞാൻ ഭക്തി ചെയ്തു. എൻ്റെ ഭക്തിയുടെ ഫലമായി എനിക്ക് ഭഗവാന് ലഭിച്ചു. ഭഗവാൻ എന്നെ ബ്രാഹ്മണനാക്കുന്നു, ബ്രാഹ്മണിൽ നിന്നും ദേവതയാക്കുന്നു, ഈശ്വരീയ ജ്ഞാനം പഠിപ്പിക്കുന്നു. ചക്രം പൂർണ്ണമാവുന്നു. ജ്ഞാനം സഹജമാണ്. ആരാണോ ഭക്തി പൂർണ്ണമാക്കിയത് അവർ ജ്ഞാനം ധാരണ ചെയ്യുന്നു. ഭക്തർക്ക് ഈശ്വരന്റെ പ്രതി അണമുറിയാത്ത ത്യാഗം അഥവാ ഭാവനയുണ്ടാകുന്നു. ജീവിതത്തിൽ വ്രതം, ഉപാസന, തപസ്യയും ചെയ്തു വന്നു. ഏകാഗ്രതയുടെ ശക്തിയും ദൃഢതയുടെ ശക്തിയും
ഭക്തരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു. ഈ അന്തിമ ജന്മത്തിൽ എനിക്ക് ജ്ഞാനം ലഭിച്ചു. ആ സംസ്കാരം ജ്ഞാനം പൂർണ്ണമായും എടുക്കുന്നതിൽ എനിക്ക് സഹായമായി. ഈശ്വരനിൽ സമ്പൂർണ്ണ നിശ്ചയമുള്ളവർ യജ്ഞത്തിൽ സ്ഥിരമായി. പരംപിത സർവരെയും തപസ്യ ചെയ്യിച്ചു. ജന്മജന്മാന്തരങ്ങളിലെ സംസ്കാരം ഉണർത്തിപ്പിച്ചു. ബാബയുടെ ജ്ഞാനത്തെ മുഴുവൻ സംസ്കാരത്തിലേക്കും സ്പ്രെഡ് ചെയ്തു. ഭക്തിയുടെ ഫലസ്വരൂപമായി ജ്ഞാനത്തെ ഞാൻ നന്നായി ധാരണ ചെയ്യുന്നു. ജ്ഞാനത്തിൽ വിവേകപൂർണമായ ശ്രദ്ധയുണ്ട്. ഭക്തി ദേഹത്തോടുള്ള സംബന്ധമാണ്. ഭക്തിയിൽ താഴേക്ക് വരുന്നു, ജ്ഞാനത്തിൽ പറക്കുന്ന കലയിൽ ഉയർന്നു പോകുന്നു. ദ്വാപരയുഗം മുതൽ ഇറങ്ങി വരുന്ന അനുഭവമുണ്ടായി. ഇവിടെ ആത്മജ്ഞാനത്തിലൂടെ ഉയരുന്ന കലയിലിരിക്കുന്നു. ഭക്തി ദ്വാപരയുഗം മുതൽ ആരംഭിക്കുന്നു. ജ്ഞാനം സ്വർഗത്തിലെത്തിക്കുന്നു. ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. ഭക്തിയിൽ ഭാവനയുടെ ഫലം അതേ രൂപത്തിൽ പ്രാപ്തമാകുന്നു. പക്ഷേ ലാഭമൊന്നുമില്ല. ജ്ഞാനമാർഗത്തിൽ യഥാർത്ഥ രൂപത്തിൽ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ബാബയെ ഓർമ്മിക്കുന്നു. ജ്ഞാനത്തിലൂടെ ഈശ്വരീയ പ്രാപ്തി ലഭിക്കുന്നു. സത്യഗീത ഭഗവാൻ വന്ന് കേൾപ്പിക്കുന്നു. ഭക്തി പൂർണ്ണമാവുമ്പോൾ ജ്ഞാനം ലഭിക്കുന്നു. ആത്മാക്കളുടെ എല്ലാ ആശകളും ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നു. ബാബ വന്ന് തൃപ്ത ആത്മാക്കളാക്കി മാറ്റുന്നു. ദേഹാഭിമാനമുണ്ടെങ്കിൽ ഭക്തരായി തന്നെ ഇരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ ജ്ഞാനിയാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർമാതീതമാകുമ്പോൾ സമ്പൂർണ്ണ ജ്ഞാനിയാകുന്നു. പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭക്തി ചെയ്തിരുന്നു. ഇപ്പോൾ ഭക്തിയിൽ നിന്നും എനിക്ക് ജ്ഞാനത്തിലേക്ക് എങ്ങനെ പോകാമെന്ന് ബാബ പഠിപ്പിച്ചു. ഇത് പരിധിയില്ലാത്ത ജ്ഞാനമാണ്. പരിധിയില്ലാത്ത പാർട്ടാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പരിധിയില്ലാത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകവും വർദ്ധിച്ച് വർദ്ധിച്ച് പരിധിയില്ലാത്തതിലേക്ക് പോകുകയാണ്. ബാബ വന്ന് സഹജമായ ജ്ഞാനം കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ആത്മാവ് ബാബയുടെ കുട്ടിയാണ്. ബാബയെ ഓർമ്മിക്കണമെന്നതാണ്
മുഴുവൻ പഠിപ്പിൻ്റെയും സാരം. പരിധിയുള്ള അച്ഛനിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. അത് വളരെയധികം കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ആത്മാക്കൾ കാലിയായ അവസ്ഥയിലാകുന്നു. ബാബ വന്ന് ആത്മാക്കളെ സംതൃപ്തരാക്കുന്നു. ബാബയെ അറിയുന്നതിലൂടെ ആത്മാക്കൾ തൃപ്തരാകുന്നു. ബാബ ഒന്നേയുള്ളൂ, ലോകവും ഒന്നേയുള്ളൂ. അരകൽപ്പം ഞാൻ സമർത്ഥനായി ജീവിച്ചിരുന്നു. രാവണ രാജ്യമായപ്പോൾ മോഷണം, യുദ്ധം എല്ലാം ആരംഭിച്ചു. ബാബ സ്നേഹത്തോടെ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ എനിക്ക് ഈശ്വരനിൽ നിന്നും രാജ്യഭാഗ്യം ലഭിക്കുന്നു. എനിക്കിപ്പോൾ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വ്യത്യാസം മനസ്സിലായി. ബുദ്ധി വളരെ വിശാലമായിരിക്കുന്നു. ഹൃദയത്തിൽ ഒരാഗ്രഹവും പാടില്ല. എന്തെന്നാൽ ഇത് നശിക്കാൻ പോകുന്നതാണ്. ഈ സമയത്ത് ലോകത്തിൽ പാപം മാത്രമേ ഉള്ളൂ. വയറിനു വേണ്ടി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ബാബയെയും സമ്പത്തിനെയും ഓർമ്മയുണ്ട്. ബാബ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാക്കി മാറ്റുന്നു. ഒന്നിനും പരിധിയുണ്ടാവില്ല. ഭാരതത്തിന് അവിനാശി ഖണ്ഡമെന്ന് മഹിമയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ വിനാശമുണ്ടാകുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കു വേണ്ടി പുതിയ ലോകം തീർച്ചയായും ഉണ്ടാകും. ഈ കാര്യങ്ങളുടെ ഓർമ്മയിൽ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ തൃപ്തനും വിശാല ബുദ്ധിയുമുള്ളവനാണ്. ഹൃദയത്തിൽ ഒരാഗ്രഹവുമില്ല, കാരണം എല്ലാം നശിക്കാനുള്ളതാണ്. ബുദ്ധിയെ പരിധിയിൽ നിന്നും പരിധിയില്ലാത്തതിലേക്ക് കൊണ്ടുപോകുന്നു. ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തീവ്ര പുരുഷാർത്ഥത്തിലൂടെ എല്ലാ ബന്ധനങ്ങളെയും മറികടന്ന് അവയെ വിനോദങ്ങളാണെന്ന അനുഭവം ചെയ്യുകയും ചെയ്യുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കൂ. തീവ്ര പുരുഷാർത്ഥികൾ സദാ ഉല്ലാസത്തിന്റെ അനുഭവം ചെയ്യുന്നു. സദാ പറക്കുന്ന കലയിലിരിക്കുന്നു. ഡബിൾ ലൈറ്റ് ആകുന്നു. ഡബിൾ ലൈറ്റായിരിക്കുന്നവരെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇളക്കാൻ സാധ്യമല്ല. ഞാൻ ഓരോ ഗുണങ്ങളെയും ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളെയും തൻ്റെ സ്വാഭാവിക സംസ്കാരങ്ങളാക്കി മാറ്റുന്നു. ഓം ശാന്തി.